ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സൈലം PSCയുടെ ടർബോ 12 സീരീസിലേക്ക് സ്വാഗതം. T12 സീരീസ് അല്ലേ? അപ്പോൾ ജൂൺ 1 മുതൽ ജൂൺ 12 വരെ നമ്മൾ സൈലം PSCയുടെ യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്ന എല്ലാ സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ നടന്ന ക്ലാസ്സൊക്കെ എല്ലാവരും കണ്ടു കാണും. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്തതായിട്ട് നമ്മൾ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതാണ് നമ്മുടെ ബയോളജി അല്ലേ? അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് സ്വാഗത് എന്നാണ്. സൈലം PSCയിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇനി ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ബയോളജി അത്രയേ ഉള്ളൂ അല്ലേ? ജീവശാസ്ത്രം അത് പഠിക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഏത് PSC എക്സാം എടുത്തു കഴിഞ്ഞാലും അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ആ ടോപ്പിക്കിൽ പറ്റാവുന്ന അത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. എല്ലാവരും തന്നെ വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ക്ലാസ് കേട്ടിരിക്കാനും അതിൽ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് നോട്ട് ചെയ്യാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമുക്കറിയാലോ ജൂൺ 15 നടത്തുന്ന എക്സാം ഉണ്ട്, സ്കോളർഷിപ്പ് എക്സാം. അത് നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ടോപ്പിക്ക് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്നതാണ്. അപ്പോൾ PSC എക്സാമിനുമൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലും രോഗങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് അവിടെ സ്ഥിരമാണ് അല്ലേ? അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ടോപ്പിക്കൊക്കെ ഒന്ന് പഠിച്ചെടുത്താൽ മാത്രമേ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കാണ്. പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ക്വസ്റ്റ്യൻ വരുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സമയം കളയാതെ വേഗം നമ്മൾ ടോപ്പിക്കിലേക്കൊക്കെ കടക്കാൻ പോവാണേ. റെഡി? അപ്പോൾ ടോപ്പിക്കിൻ്റെ പേര് ഒരിക്കലും കൂടെ പറയാണ്, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. അപ്പോൾ രോഗങ്ങൾ തന്നെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ജനിതക രോഗം എന്ന് കേട്ടിട്ടുണ്ടാവും, ജീവിതശൈലി രോഗങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള രോഗങ്ങളെ പറ്റിയൊക്കെ PSC എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഈ സാംക്രമിക രോഗം എന്ന് പറയുന്നൊരു വാക്ക് അല്ലേ? അപ്പോൾ അതെന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ക്ലാസ് കേട്ടിരിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതാ എന്തായാലും നമ്മൾ ഒരു നല്ലൊരു കാര്യം വെച്ച് അങ്ങോട്ട് തുടങ്ങുകയാണ്. നമ്മൾ ടോപ്പിക്ക് തുടങ്ങുകയാണ്. ആരോഗ്യം എന്ന് പറയുന്ന ഒരു വാക്ക് വെച്ച് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും വളരെ ആരോഗ്യത്തോടു കൂടിയിരിക്കുക എന്ന് പറയുമ്പം ഒരാളെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അയാൾ ഫിസിക്കലി നോക്കുന്ന സമയത്ത് അയാൾക്ക് പ്രത്യേക അസുഖങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കാം. പക്ഷേ മെൻ്റലി അല്ലെ, മാനസികമായിട്ടും കൂടെ ഓക്കെ ആണെങ്കിലാണ് പൂർണ്ണ ആരോഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ എക്സാമിനൊക്കെ വേണ്ടി പഠിക്കുന്ന ആൾക്കാർ അതിൻ്റെയൊക്കെ സ്ട്രെസ്സിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം. പക്ഷെ ആ സ്ട്രെസ് എന്ന് പറയുന്നത് നാളെ നല്ല ഒരു ലൈഫിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിവിടെ കണക്കാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തൽക്കാലം നോക്കിയേ, ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികവും അതേപോലെ സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിക്കാണ് ആരോഗ്യം എന്ന് പറയാം. അപ്പോൾ രോഗമില്ലാത്ത അവസ്ഥയോ വൈകല്യമില്ലാത്ത അവസ്ഥയോ എന്നത് മാത്രമല്ല അർത്ഥം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആരോഗ്യത്തിനെ പറ്റിയൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ SCERTൻ്റെ ചാപ്റ്റേഴ്സിലൊക്കെ രോഗങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ SCERTൻ്റെ ഒരു 5th സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പം 10th സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഒക്കെ രോഗങ്ങളെക്കുറിച്ച് അത്യാവശ്യം നല്ല കാര്യങ്ങൾ, നല്ല നല്ല പോയിന്റുകളൊക്കെ ആ ടെക്സ്റ്റ് ബുക്കുകൾ കാണാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ കൂടെയുള്ള ഫാക്റ്റും കൂടെയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് പോകുന്നത് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ? അപ്പോൾ നോക്കിയേ, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ശരീരം, മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ചിത്രമൊക്കെ കാണിച്ചുകൊണ്ട് കുറേ എന്തൊക്കെയോ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോക്കുക, ഇവിടെ എന്താ ഉള്ളത്? ഇത്തരത്തിൽ ശരീരത്തിൽ പ്രവേശിച്ച്, നമ്മളെ ശരീരത്തിൽ പ്രവേശിച്ച് നമുക്ക് രോഗമുണ്ടാക്കാൻ കഴിയുന്ന രോഗാണുക്കൾ അതടക്കമുള്ള എന്തിനേയും നമ്മൾ പറയുന്ന ഒരു വാക്കാണ്. ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, കാരണം എവിടെ നിന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻസിന് വരാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഓരോ വാക്കും ശ്രദ്ധിച്ച് കേൾക്കുക, പ്രത്യേകിച്ച് മാർക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ എന്താ, നമ്മളെ ശരീരത്തിൽ പ്രവേശിച്ച് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമുക്കൊരു രോഗമുണ്ടാക്കുന്ന എന്തിനേയും, അത് രോഗാണുക്കളാവാം അല്ലേ? ഇനി രോഗാണുക്കൾ അടക്കമുള്ള എന്തുമാവാം എന്ന് പറഞ്ഞാൽ എന്താ? എന്തുമാവാം എന്ന് പറഞ്ഞാൽ രോഗാണുക്കളാവാം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പരാഗരേണുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ചെടീൻ്റെയൊക്കെ പൂമ്പൊടി. അതുപോലും ചിലർക്ക് അലർജിയാണ് അല്ലേ? ശരീരത്തിൽ വന്നാൽ ചിലപ്പം ചൊറിച്ചിൽ പ്രശ്നങ്ങളുണ്ടാവും, തുമ്മൽ, അലർജി പോലെ, ആസ്തമ പോലെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പരാഗരേണുക്കളാവാം. ഇനി മറ്റെന്തെങ്കിലും പൊടിപടലങ്ങളായിരിക്കാം. ചില ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചാൽ, ചിലർക്കില്ലേ ചില ഫിഷൊക്കെ കഴിച്ചാലൊക്കെ പ്രശ്നം, ചിലർക്ക് പാൽ അലർജിയാണ്, ചില മത്സ്യങ്ങളൊക്കെ കഴിച്ചാൽ പ്രശ്നമാണെന്നൊക്കെ പറയില്ലേ, ബീഫ് കഴിച്ചാൽ പ്രശ്നം, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ആഹാര സാധനങ്ങൾ ചിലർക്ക് അലർജിയാണ്, ചിലർക്ക് ആഹാരം പ്രശ്നമാവണമെന്നില്ല, അങ്ങനെയാണ് അല്ലേ? അപ്പം ഇനി രാസവസ്തുക്കൾ എന്തോ ആവട്ടെ, ഏതിനെയും നമ്മൾ പറയുന്ന പേരാണ് ആൻറ്റിജൻ എന്നാണ് പറയുക. എന്താണ് വാക്ക്?
ആന്റിജനുകൾ എന്നാണ് പറയാ. നോട്ട് ചെയ്ത് വെച്ചല്ലോ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ആന്റിജൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പ്രവേശിച്ച് നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഏതിനെയും നമുക്ക് ആന്റിജൻ എന്ന് പറയാം. അങ്ങനെ ഈ ആന്റിജനുകൾ ആയിട്ടുള്ള ഇവരൊക്കെ നമ്മളെ ബോഡിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശരീരം നിർമ്മിക്കുന്ന പ്രോട്ടീനാണ്. ശരീരം നിർമ്മിക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. എന്തിനാണ്? ഈ ആന്റിജനെ ഇല്ലാതാക്കാൻ, അല്ലെ, ഈ ആന്റിജനെ നശിപ്പിച്ച് ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതിന്റെ പേരാണ് ആന്റിബോഡികൾ എന്നാണ് പറയുക. എന്താ പറയാ? ആന്റിബോഡി. ഓക്കെ, റെഡി അല്ലേ? ആന്റിബോഡികൾ എന്നാണ് പറയാ. അല്ലെങ്കിൽ പറയാവുന്ന ഒരു പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയും. ഇതൊക്കെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടല്ലേ? ഈ അടുത്ത് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം ഒക്കെ എഴുതിയ ആൾക്കാർക്ക് അറിയാം, ഈ വാക്കൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയാം. അപ്പോൾ ആ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നല്ല IG എന്ന് കൊടുത്തത് ഓർമ്മയുണ്ട നിങ്ങൾക്ക്? IG, ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ഷോർട്ടാണ് IG. ഓക്കെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് കൊളസ്ട്രത്തിൽ കൂടെ ലഭിക്കുന്നത്, മുലപ്പാലിൽ കൂടെ ലഭിക്കുന്ന ആന്റിബോഡി ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ A എന്നൊക്കെ പറയാറില്ലേ? IgA ഉണ്ട്, IgG ഉണ്ട്, അങ്ങനെ കുറേ IgM ഉണ്ട്, അല്ലെ? അങ്ങനെ കുറേ ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ ഉണ്ട്, ആന്റിബോഡി ഉണ്ട്. ഇപ്പം നമ്മൾ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് തിരിച്ചു വരികയാണ്, ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒന്നും കൂടെ പറയാം. ദെൻ നമ്മളെ ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കൾ ഏതാണെങ്കിലും അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആന്റിജൻ. ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആന്റിജനെ ഇല്ലാതാക്കാൻ ശരീരം നിർമ്മിക്കുന്ന പ്രോട്ടീൻ പറയുന്ന പേരാണ് ആന്റിബോഡി, അല്ലെ? ആന്റിബോഡി. അപ്പോൾ ആന്റിബോഡികൾ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പോൾ ഇത്രയും വലിച്ചു നീട്ടി പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് വിളിക്കുന്നു ഗൈസ്? IG എന്ന് വിളിക്കുന്നു. ഓക്കെ, IG എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞ സാധനം. അപ്പോൾ ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് കറക്റ്റ് കിടക്കുകയാണ്. അപ്പോൾ ഏത് എക്സാം നോക്കിക്കഴിഞ്ഞാലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഇനി വരുന്ന എക്സാമിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അറിയാം. അപ്പോൾ ഇനി എന്തായാലും വരാനിരിക്കുന്ന നമ്മളെ 2 മെയിൻ ബാച്ചസ് എന്ന് പറയുമ്പം ആ ബാച്ചിലേക്കൊക്കെ വരുമ്പോഴൊക്കെ വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും പറയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ പറയും. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ നമ്മൾ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് പഠിക്കേണ്ടി വരും. കാരണം ഇവിടെ ആകെ ഒരു കുഞ്ഞു സമയത്തിനുള്ളിൽ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെ? ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ബാക്കി കൂടുതൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി നോക്കുക, ഇനി അടുത്തത് എന്ന് പറയുന്ന ഹോപ്പായിട്ട് വരുന്ന 2 മെയിൻ എക്സാംസ് ഒക്കെയാണ്. ഒന്ന് LP UP എക്സാം ഉണ്ട്, അല്ലേ? അടുത്തത് അതേപോലെ നമ്മൾ LDC. ഓക്കെ, അപ്പോൾ ആ ബാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യം കൂടെ ഒന്ന് ആദ്യം പറയാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ. ഓക്കെ, ഇതാ നോക്കുക, ഇതാ ഇവിടെ LP UPന്റെ നെക്സ്റ്റ് ബാച്ചിന്റെ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. LP UPന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. LP UPന്റെ ദ്രോണ 3.0 ബാച്ചാണ്. അപ്പോൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ജൂൺ 10 ആണ് കേട്ടോ. അപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് കാണാം. 3499 ആണ് ഫീസ് വരുന്നത്. അതേപോലെ 1 ഇയർ ആയിരിക്കും വാലിഡിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം വരെ, അല്ലേ? യെസ്. അപ്പോൾ ജൂൺ 10 ആണ് ഡേറ്റ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ അടുത്ത നമ്മളെ ബാച്ചാണ് LDC 2027 എന്ന് പറയുന്ന ബാച്ച്. ഓക്കെ, അപ്പോൾ LDC ബാച്ചിൻ്റെ ഒക്കെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അല്ല? മികച്ച റാങ്ക്, ഫസ്റ്റ് റാങ്കുകളൊക്കെ തന്നെ നമ്മൾ LP UPയിലാണെങ്കിൽ LDCയിലാണെങ്കിലും നേടിയതാണ്. ഒരുപാട് ജില്ലയിൽ നിന്നുള്ള നേടിയതാണ്. അപ്പോൾ നമ്മൾ LDCന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 17-നാണ്. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ്. കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പറയാണ്, സ്റ്റാർട്ടിങ് മുതലേ ജോയിൻ ചെയ്യുക, നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ജൂൺ 17-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ ഫീസ് വരുന്നത് 1999 ആണ് ഫീസ് വരുന്നത്. ഓക്കെ, റെഡി? ക്ലിയർ അല്ലേ? വാലിഡിറ്റി 1 വർഷം തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി സംഭവം ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇവിടെ എന്താ രോഗങ്ങൾ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ ഒരു 1-2 കുഞ്ഞു വാക്കിട്ട്, ഇതൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുമ്പം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല നല്ല വേർഡ്സ് ആണ്. ആർജിത രോഗങ്ങൾ എന്നാ കൊടുത്തത്, അല്ലെ? അക്വയർഡ് ഡിസീസ് എന്നാണ് ഇംഗ്ലീഷ് പറയാ. ആർജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കഷ്ടപ്പെട്ട് നേടിയെടുക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇവിടെ ആർജിത രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ ജീവിത കാലയളവിൽ അയാൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ, അയാളുടെ ജീവിത കാലയളവിൽ അയാൾക്ക് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ തന്നെ, അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ പരിസ്ഥിതിയിലെ ഘടകങ്ങൾ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാക്കാം, രോഗാണുക്കൾ കാരണം അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി അയാളുടെ ജീവിതശൈലി ശരിയല്ലാത്തത് കൊണ്ട് പ്രമേഹം, ഫാറ്റി ലിവർ, അല്ലെ? കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാവാം. ഓക്കെ, യെസ്. അപ്പം ഇങ്ങനെ ഏത് തരം രോഗമാണെങ്കിലും അതിനെ നമ്മൾ പറയുന്നതാണ് ആർജിത രോഗങ്ങൾ എന്നാണ് പറയുക. ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് ആർജിത രോഗങ്ങൾ. എക്വയർഡ്, അത് രോഗാണു തന്നെയാണെന്ന്, രോഗാണു ഉണ്ടായിട്ട് ആവാം, ജീവിതശൈലി ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, എന്ന് വെച്ചാൽ ആ കൂട്ടത്തിലുള്ള ഈ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് പകരുന്നതും ആവാം, പകരാത്തതും ആവാം. രോഗാണുക്കൾ നമുക്ക് ഉണ്ടാക്കുന്ന രോഗങ്ങൾ മറ്റൊരാൾക്ക് പകരും, അല്ലേ? പക്ഷേ ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ജീവിതശൈലി രോഗത്തിൻ്റെ ഒരു ഉദാഹരണമാണ് പ്രമേഹം എന്ന് പറയുന്നത്. അതേപോലെ അമിത രക്തസമ്മർദ്ദം എന്ന് വെച്ചാൽ BP കൂടുന്ന പ്രശ്നം, അമിത രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നം, അല്ലേ? അതേപോലെ ഫാറ്റി ലിവർ, ഇങ്ങനെ കുറേ ജീവിതശൈലി രോഗങ്ങളുണ്ട്. ഇതൊന്നും ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരൂല. പ്രമേഹമുള്ള ഒരാളെടുത്ത്
നമ്മൾ പോയി ഇരുന്നതുകൊണ്ട് മറ്റൊരാൾക്ക് പ്രമേഹം കിട്ടുമോ? ഇല്ലല്ലോ അല്ലേ? അപ്പോൾ അതൊന്നും പകരുന്ന രോഗങ്ങളല്ല. പക്ഷേ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ രോഗാണുക്കൾ ഉണ്ടാക്കുന്ന, ഇപ്പോൾ ജലദോഷമാണെങ്കിലും ഇനി അതേപോലെ ഏത് രോഗങ്ങളാണെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും അല്ലേ ഒക്കെ എന്ത് ചെയ്യുന്നു, മറ്റൊരാൾക്ക് പകരും. അപ്പോൾ പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്തവയും ഉണ്ട്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് ഒന്നും കൂടെ ഇങ്ങനെ ഇറങ്ങി വരുവാണ്. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് സാംക്രമിക രോഗങ്ങൾ എന്നായിരുന്നു. അപ്പോൾ ഈ രോഗത്തിൻ്റെ കൂട്ടത്തിൽ പലതരം ഏത് രോഗങ്ങളാവാം, അതിനെയൊക്കെ നമ്മൾ അക്വയേർഡ് അല്ലെങ്കിൽ ആർജിത രോഗം എന്ന് പറഞ്ഞു. ഈ കൂട്ടത്തിൽ രോഗാണുക്കൾ ഉണ്ടാക്കുന്ന, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ഓക്കെ, അതിനെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഏത്? യെസ്, സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ പറഞ്ഞേ? ഓക്കെ. പകരുന്ന മിക്ക രോഗങ്ങൾക്കും സൂക്ഷ്മജീവികളാണ് കാരണമാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങളെ പറയുന്ന പേരാണ് സാംക്രമിക രോഗങ്ങൾ അഥവാ കണ്ടാജിയസ് ഡിസീസസ് എന്നാണ് പറയുക. അപ്പൊ പകരുന്ന രോഗം, ഒരു രോഗകാരി അവിടെ ഉണ്ടാവും. ആ രോഗകാരി ആരൊക്കെ ആവാം? ബാക്ടീരിയ ആവാം അല്ലേ, അല്ലെങ്കിൽ ഫംഗസ് ആവാം, വൈറസ് ആവാം, അങ്ങനെയുള്ള സൂക്ഷ്മജീവികളൊക്കെ ആവാം. അവർ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ സാംക്രമിക രോഗം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. അപ്പോൾ ഇതാ ഒന്നും കൂടെ ഉറപ്പിക്കാൻ ഒന്നും കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. അപ്പോൾ അതിനെ മാത്രമേ നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരാളിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു, മറ്റൊരാളിലേക്ക് പകരുകയും ചെയ്യും. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ പകരുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്തും കൂടെ പേര് വിളിക്കാം, പകർച്ചവ്യാധികൾ എന്നും പറയാം അല്ലേ. ഇപ്പം ഇനി പ്രത്യേകിച്ച് മഴക്കാലാകുന്ന സമയത്ത് പകർച്ചവ്യാധികൾ അങ്ങ് കൂടും. കൊതുക് പ്രശ്നമൊക്കെ വന്നിട്ട് ഡെങ്കിപ്പനിയും പിന്നെ ചിക്കൻ ഗുനിയും ഇങ്ങനെയുള്ള പേരുകൾ, എലിപ്പനി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കേൾക്കാം അല്ലേ. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെ പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നും നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു രോഗകാരി ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. ആ രോഗകാരിക്ക് നമ്മൾ പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്, ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. രോഗകാരിനെ നമ്മൾ പറയുന്നതാണ്, ഇത് ഇംഗ്ലീഷ് വാക്കാണ്, പക്ഷേ ഇങ്ങനെ മലയാളത്തിൽ എടുത്ത് ചോദിക്കും കേട്ടോ. പാത്തോജൻസ് എന്നാണ് പറയുക. എന്താണ്? പാത്തോജൻസ്. അങ്ങനെയല്ലേ കൊടുത്തത്? വായിക്കുന്ന എന്താ? പാത്തോജൻ. അല്ലെങ്കിൽ മലയാളത്തിലാക്കുമ്പോൾ പാത്തോജനുകൾ എന്ന് കൊടുക്കാം. പാത്തോജനുകൾ അഥവാ പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ ഈ രോഗമുണ്ടാക്കുന്ന രോഗകാരിക്ക് പറയുന്ന പേരാണ്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായിട്ടുള്ള നമ്മുടെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് രോഗകാരികൾ അഥവാ പാത്തോജൻസ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്കിവിടെ ഒരു വാക്കും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ആ വാക്കാണ് പാത്തോളജി. എന്താണ്? പാത്തോളജി എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുമല്ലോ. പാത്തോളജി എന്ന് പറഞ്ഞാൽ ഓളജി, ബയോളജി എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഒരു പഠനമാണ് അല്ലേ. ഇതെന്തിനെ പഠിച്ചുള്ള പഠനമായിരിക്കും? രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ്, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പാത്തോളജി. ഇപ്പോൾ പാത്തോജനും പാത്തോളജിയും ഒക്കെ നിങ്ങൾക്ക് സെറ്റാണ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റെഡി. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പേര് കാണാം. ഇതൊക്കെയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള രോഗകാരി അല്ലേ. വൈറസ്, നിപ്പയും കോവിഡും ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും വൈറസ് എന്ന് പറയുമ്പം. പിന്നെ ഫംഗസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ, വേണമെങ്കിൽ ഇനിയും നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം അല്ലേ. വിരകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. വിരകൾ, മന്തുരോഗം എന്നൊക്കെ പറയുമ്പോൾ വിരകൾ ഉണ്ടാക്കുന്ന രോഗമാണ്. അപ്പം ഇങ്ങനെ പല രീതിയിൽ വരുന്നവരെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, രോഗകാരികൾ എന്ന് നമ്മൾ പറയുന്നത്. പാത്തോജൻ്റെ എക്സാമ്പിൾസ് ആണ് ആ കൊടുത്തത്. ക്ലിയർ എന്ന് വെച്ചിട്ടല്ല ബാക്ടീരിയ ആണെങ്കിലും എല്ലാ ഫംഗസ് ആണെങ്കിലും രോഗം ഉണ്ടാക്കുന്നവർ മാത്രമല്ല, മനുഷ്യന് ഉപകാരം ചെയ്യുന്ന ബാക്ടീരിയകളാണെങ്കിലും ഫംഗസുകളാണെങ്കിലും എല്ലാം ഉണ്ട് അല്ലേ. അതാണ് കൊടുത്തത്. ഇപ്പം നമ്മൾ പാല് തൈരാക്കി മാറ്റും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ. പാല് തൈരാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു കാര്യമാണ്, പാല് തൈരാക്കി കിട്ടും. അവിടെ ആരാ? ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് വർക്ക് ചെയ്യുന്നത്. ലാക്ടോബാസിലസ്. അപ്പോൾ ഇത് രോഗം ഉണ്ടാക്കുന്ന ആളാണോ? ഇതൊരു നല്ല ബാക്ടീരിയ അല്ലേ അല്ലേ. നല്ല ബാക്ടീരിയ. ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇതേപോലെ നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒരുപാട് ബാക്ടീരിയകളുണ്ട്. അതേപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏകകോശമുള്ള ഒരു ഫംഗസ് ആണ്. ഏകകോശ ഫംഗസിന്റെ എക്സാമ്പിൾ ആണ്, പേരാണ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ. ആ ഈസ്റ്റ് ഇട്ട് വെക്കാറില്ല നമ്മൾ അപ്പം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, കള്ളപ്പം, വെള്ളപ്പം, ഇങ്ങനെയൊക്കെ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അത് പുളിപ്പ് അല്ലെ, മാവ് പുളിപ്പ് വന്ന് ടേസ്റ്റ് കൂടാനും സോഫ്റ്റ് ആവാനൊക്കെ നമ്മൾ എന്ത് നടത്താറുണ്ട്? ഫെർമെന്റേഷൻ അല്ലെ. ഫെർമെന്റേഷൻ ഒക്കെ നടത്തി ആഹാര സാധനങ്ങൾ പുളിപ്പിക്കാനൊക്കെ ഈസ്റ്റ് ഇട്ട് വെക്കുക. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫംഗസ് ആണ്. അവിടെ ഫംഗസ് നമുക്ക് ഉപകാരമാണ് ചെയ്യുന്നത്. പക്ഷെ ഉപദ്രവം ചെയ്യുന്ന, രോഗം ചെയ്യുന്ന ഫംഗസും ഉണ്ട്, രോഗം ഉണ്ടാക്കുന്ന ഫംഗസും ഉണ്ട്, നല്ലതുണ്ട്. ബാക്ടീരിയയിലൊക്കെ എന്താ അങ്ങനെയുണ്ട്. ഓക്കെ എന്ന് വെച്ചാൽ ഒരർത്ഥമേ ഉള്ളൂ, എല്ലാ ബാക്ടീരിയ, എല്ലാ ഫംഗസ് എന്ന് പറഞ്ഞാൽ ഉപദ്രവകാരികളല്ല, ഉപകാരം ചെയ്യുന്നവരുണ്ടെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. യെസ്, ക്ലിയർ അല്ലേ ഗൈസ്? ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു വാക്കിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ മെയിൻ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു പോവാണ്, എന്നാലും നമുക്കൊന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം. ഇനി അടുത്തൊരു വാക്കാണിത്, മഹാമാരി.
മഹാമാരി എന്ന് പറയുമ്പോൾ തന്നെ അറിയാതെ നമ്മളെ വായിലേക്ക് വരുന്നൊരു വാക്കാണെന്ത്? കോവിഡ് മഹാമാരി അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ കേട്ടത്? കോവിഡ് മഹാമാരി. അപ്പൊ മഹാമാരിന്റെ ഇതിൽ COVID-19 ഇതാ കിടക്കുന്നു. അപ്പൊ എന്താണ് ആ മഹാമാരി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നോക്കാം. പകർച്ചവ്യാധികൾ, പകരുന്ന രോഗത്തിനെ പറ്റി തന്നെയാണ് പറയുന്നത്. മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെയാണ് നമ്മൾ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയാം. കോവിഡ് പാൻഡമിക് അല്ലെ? കോവിഡ് മഹാമാരി എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ചൈനയിൽ എവിടെ എന്തോ വൈറസ് ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെയാണ് പ്രശ്നമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ നമ്മൾ 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ആ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് റിലീസാണ്, ഓർമ്മയില്ലേ? അപ്പൊ അതാണ് സംഭവം. അപ്പൊ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വരുവാണ്, സ്പ്രെഡ് ആവുന്നു, പെട്ടെന്ന് പടർന്നു പിടിക്കുകയാണ് അല്ലെ? ഒരുപാട് ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്ന രോഗങ്ങളാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാൻഡമിക് എന്ന് പറയാ. ഇത് നോട്ട് ചെയ്യാം. നമുക്കറിയാവുന്ന പാൻഡമിക് ആണ് COVID-19 അല്ലെ? അപ്പൊ മറ്റ് എക്സാമ്പിൾസ് കൂടെ പറയുകയാണെ. മറ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മറ്റു രോഗങ്ങൾ നമുക്ക് അറിയെങ്കിലും അതൊക്കെ പാൻഡമിക് ആയിരുന്നു എന്ന് ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത ഫാക്റ്റ് ആണ്, 5ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത ഫാക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. വസൂരി അല്ലെ? ഇന്ന് ഭൂമുഖത്തില്ലാത്തതാണ് സ്മോൾ പോക്സ്. വസൂരി, എഡ്വേർഡ് ജെന്നർ ആദ്യത്തെ വാക്സിനേഷൻ കണ്ടെത്തിയത് വസൂരി അഥവാ സ്മോൾ പോക്സിനെതിരെയാണെന്ന് കേട്ടിട്ടുണ്ടാവും. എഡ്വേർഡ് ജെന്നർ ആണ് ആദ്യത്തെ വാക്സിനേഷൻ കണ്ടെത്തുന്നത് അല്ലെ? അപ്പൊ നോക്കിയാൽ പിന്നെ ക്ഷയരോഗം, അതേപോലെ പ്ലാഗ് അല്ലെ? എലിച്ചെള്ള് മുഖേന പകരുന്ന രോഗമാണ്, ബാക്ടീരിയ രോഗമാണ് പ്ലാഗ്. എലിച്ചെള്ള് മുഖേന പകരുന്ന രോഗം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? പാൻഡമിക്കിന് എക്സാമ്പിൾ ആണ്, അല്ലെ മഹാമാരിക്ക് എക്സാമ്പിൾ ആണ്. റെഡി അല്ലേ ഗൈസ്? ക്ലിയർ അല്ലേ? അപ്പൊ ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു എന്ന് മനസ്സിലായി. ഈ പകരുന്നത് ചിലപ്പോൾ വായുവിലൂടെ അല്ലെങ്കിൽ സമ്പർക്കത്തിൽ കൂടെ ഒക്കെ ആവാം, അല്ലെങ്കിൽ മറ്റു ചില ജീവികളുടെ സഹായത്തിൽ കൂടെ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം അല്ലെ? അപ്പൊ നോക്കിയേ, ഈ രോഗാണുവിനെ വഹിച്ചു കൊണ്ടുപോകാൻ ചിലപ്പോൾ ഒരാളിടയിൽ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അവരെയാണ് നമ്മൾ എന്ത് പേര് പറയാ? രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് എന്ന് പറയാം. വെക്ടേഴ്സ്. ഓക്കെ, രോഗകാരികളായ സൂക്ഷ്മജീവികളെ എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയയോ ഫംഗസോ വൈറസോ ആരോ ആവട്ടെ അല്ലെ, അതിനെന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികൾ. മറ്റൊരാളെ ശരീരത്തിൽ നിന്ന് നമ്മളെ ശരീരത്തിലേക്ക് എത്തിക്കുക, അല്ലെ? എന്നിട്ട് നമ്മളെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് അങ്ങനെ എത്തിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ്. അത് പറയുമ്പോൾ തന്നെ കൊതുകാണ് നമ്മളെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക അല്ലെ? പിന്നെ ആരൊക്കെ ഉണ്ട്? കൊതുക് മാത്രമല്ല, ഈച്ച. രോഗം പറ്റാതെ ഈച്ച ഒന്നും വരാതിരിക്കുക, ആഹാരം അടച്ചു സൂക്ഷിക്കണം അല്ലെ? കോളറ പോലെയുള്ള രോഗങ്ങളൊക്കെ ഈച്ചയാണ്. കോളറയും വയറിളക്കവും ഒക്കെ എന്താണ്? ഈച്ച മുഖേന സ്പ്രെഡ് ആവുന്ന ഒരു രോഗമാണ്. അതേപോലെ എലിച്ചെള്ള് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എലിച്ചെള്ള് വെച്ചുകൊണ്ട് എന്ത് ചെയ്താം? പ്ലാഗ് എഴുതാം. ഇത് എലിച്ചെള്ളാണെങ്കിൽ പ്ലാഗ്. എലിച്ചെള്ള് എന്ന് വെച്ചാൽ എലിയല്ല, എലിന്റെ ദേഹത്തുള്ള ചെള്ള്. ഓക്കെ, ദെൻ കൊതുക് പറയുമ്പോൾ ഇഷ്ടം പോലെ രോഗത്തിന്റെ പേര് നമുക്ക് പറയാം. ഏറ്റവും ഇമ്പോർട്ടന്റ് മലമ്പനി അല്ലെ? മലമ്പനിക്ക് മലേറിയ എന്ന് പറയും. അതേപോലെ എന്താ? മന്തുരോഗം പറയാം. ഇനി അതേപോലെ ചിക്കുൻഗുനിയ പറയാം അല്ലെ? ചിക്കുൻഗുനിയ പറയാം. ഇനി അതേപോലെ ഡെങ്കി ഫീവർ പറയാം. ഇനി മഞ്ഞപ്പനി എന്ന് പറയുന്ന സാധനമുണ്ട്. മഞ്ഞപ്പിത്തം അല്ല, മഞ്ഞപ്പനിയാണ്, യെല്ലോ ഫീവർ. ഓക്കെ, മഞ്ഞപ്പനി പറയാം. ഇനി ജപ്പാൻ ജ്വരം പറയാം അല്ലെ? ഇങ്ങനെ ഇഷ്ടം പോലെ രോഗങ്ങൾ കൊതുകുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് കൊതുകിന് എപ്പോഴും ചോദിക്കും. ഒരേ ടൈപ്പ് കൊതുകല്ല, കൊതുകിന്റെ വിഭാഗം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അനോഫിലസ് ആണ് മലമ്പനി ഉണ്ടാക്കുന്നത്, ക്യൂലെക്സ് ആണ് മന്തുരോഗം ഉണ്ടാക്കുന്നത് അല്ലെ? അങ്ങനെ എങ്ങനെ പഠിക്കും? അനോഫിലസ് മലമ്പനി. ആന എന്നാലോചിക്കുക. അനോഫിലസ് ആന, മലമ്പനി മല അല്ലെ? മലേൻ്റെയൊക്കെ സൈഡിൽ ആനേനെ കാണൂലേ നമ്മൾ പോകുമ്പോൾ അല്ലെ? എങ്ങനെ പോകുമ്പം ആനേനെ കാണുന്നു പറയില്ല അല്ലെ? അപ്പോൾ അതേപോലെ ക്യൂലെക്സ് ആണ് മന്ത്. അറിയാലോ, മന്ത് വന്ന് കാലൊക്കെ ഇങ്ങനെ തടിച്ചു വീങ്ങി നിൽക്കുന്നുണ്ടാവും. ആ കാലം കൊണ്ട് ക്യൂ നിൽക്കാൻ പറ്റൂല, അതുകൊണ്ട് ക്യൂലെക്സ് ആണെന്ന് പറയും. ബാക്കിയുള്ളതൊക്കെ ഒരുവിധമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയാറുണ്ട്? ഈഡിസ് ഈജിപ്തിനെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പം മന്ത് രോഗം അതേപോലെ ജപ്പാൻ ജ്വരം എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ക്യൂലെക്സ് ആണ് കേട്ടോ. യെസ്, ഓക്കെ, അതിലേക്ക് എത്താം നമുക്ക്. പിന്നെ വവ്വാൽ എന്ന് പറയുമ്പോൾ പിന്നെ കൂടുതൽ ചിന്തിക്കേണ്ട, നമുക്ക് ഏറ്റവും അറിയാമല്ലേ നമ്മളെ നിപ്പ രോഗം. പിന്നെ ഈച്ചേനെ പറ്റി പറഞ്ഞു, കോളറേനെ പറ്റി ആലോചിച്ച് വെക്കാം. അതേപോലെ വയറിളക്കം എന്ന് വെച്ചാൽ മലിനമായ ജലം ആഹാരത്തിൽ കൂടെ പകരുന്ന രോഗങ്ങളൊക്കെ ആകുമ്പം അധികവും ഈച്ച മുഖേനയും കൂടെ സ്പ്രെഡ് ആകും. ആ ആഹാരത്തിൽ പോയിരുന്ന ഈച്ചയ്ക്ക് ഈ രോഗാണുവിനെ അടുത്ത ആളിലേക്ക് എത്തിക്കാൻ പറ്റുമല്ലോ അല്ലെ? അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇവരെ നമ്മൾ പൊതുവേ വിളിക്കുന്നത്, ഇവരൊന്നും രോഗകാരിയല്ല, രോഗകാരിനെ വഹിക്കുന്നവർ രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് എന്നാണ് പറയാട്ടോ. ക്ലിയർ? അപ്പം രോഗാണുവാഹകർ മുഖേന അല്ലാതെയും രോഗം പകരാം. എങ്ങനെയൊക്കെയാണ്? മലിനമായിട്ടുള്ള ആഹാരവും ജലവും കഴിക്കുമ്പോൾ അതിൽ കൂടെ രോഗകാരിക്ക് കയറാം. ഇനി ചുമ, തുമ്മൽ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പം ആ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോൾ എന്ത് ചെയ്യാണ്? വായുവിലേക്ക് കണികകൾ വരുന്നു. വായുവിലെ കണികകളായിട്ട് അത് ശ്വസിക്കുമ്പം അടുത്ത ആൾക്കാർക്ക് വരാം. എന്ന് വെച്ചാൽ വായുവിലൂടെ വരാം. ക്ലിയർ അല്ലേ? അപ്പോൾ വായുവിലൂടെ പറഞ്ഞു, ജലത്തിൽ കൂടെ വരാം. ഇനി ഏതാ വേറെ?
പ്രതലങ്ങളിലൂടെ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരാൾ ടച്ച് ചെയ്ത സാധനം അടുത്ത ആൾ തൊടുന്ന സമയത്ത് അതുവഴി രോഗങ്ങൾ പകരാം അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോണ്ടാക്ട് എന്ന് പറയുന്നത്, സമ്പർക്കം. ഓക്കെ, അപ്പോൾ ഒരാൾ തൊട്ട പ്രതലത്തിൽ രോഗമുള്ള ഒരാൾ തൊട്ട പ്രതലത്തിൽ അല്ലാത്തൊരാൾ വന്ന് തൊട്ട രോഗകാരി കയറും. ഇനി ഡയറക്റ്റ് ആ രോഗമുള്ള ആളുമായിട്ടുള്ള കോണ്ടാക്ട് വരുമ്പോഴും വരാം. അപ്പോൾ ഇത് രണ്ടും എന്താണ്, സമ്പർക്കത്തിൽ കൂടെ എന്നുള്ള അർത്ഥമാണ് അല്ലേ, സമ്പർക്കം. അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഓർമ്മയില്ലേ, കോവിഡ് വായുവിലൂടെ പകരുമായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് ഇട്ട് നടന്നത്. കോവിഡ് സമ്പർക്കത്തിൽ കൂടെ പകരുമായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ സാനിറ്റൈസറൊക്കെ ചെയ്ത് കൈയൊക്കെ കഴുകി നടന്നത്, ഓർമ്മയില്ലേ അല്ലേ. യെസ്. അപ്പോൾ ഇനി പിന്നെ ഇതാ രോഗാണുവാഹകരെ ഈ ഗ്രൂപ്പും കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് കൂടാതെ ഇവിടെ എന്താ ഡോഗിനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അറിയില്ലേ ഏതാ ഡോഗ് എന്നൊക്കെ പറയുമ്പോൾ, അതുപോലെ പേവിഷബാധേൻ്റെ ഒക്കെ കേസിൽ ഏതാ ഡോഗൊക്കെയാണ് ഇവിടെ വെക്ടേഴ്സ് ആയിട്ട് വരുന്നത് അല്ലേ. യെസ്, ക്ലിയർ അല്ലേ. അപ്പോൾ ഇതാണ് രോഗാണുവാഹകരും രോഗം പകരുന്ന കുറച്ച് രീതിയും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ബാക്ടീരിയ ആണെങ്കിലും എല്ലാ സൂക്ഷ്മജീവികളാണെങ്കിലും പ്രശ്നക്കാരല്ല, അവർ നല്ലവരും കൂടിയാണെന്നൊക്കെ അല്ലേ. അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റിൽ അതേപോലെ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റിലൊക്കെ ആഡ് ചെയ്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുകയാണെ. അതിന് പേരിങ്ങനെയാണ്, ഹെഡിങ് ഇങ്ങനെയാണ് കൊടുത്തത്, ഹ്യൂമൺ മൈക്രോബയോം പദ്ധതി. ഓക്കെ, ഹ്യൂമൺ എന്ന് വെച്ചാൽ മനുഷ്യനാണ് അല്ലേ, മൈക്രോബയോം എന്ന് പറയുമ്പോൾ തന്നെ സൂക്ഷ്മജീവിയാണ്. അപ്പോൾ ഇതിൽ തന്നെ ആൻസർ ഉണ്ട്, HMP എന്നാണ് അതിൻ്റെ ഷോർട്ട്. മനുഷ്യൻ്റെ ആരോഗ്യം, രോഗം എന്നിവയുമായി ബന്ധപ്പെട്ട സൂക്ഷ്മാണു സമൂഹങ്ങളെ പറ്റി പഠിക്കാൻ 2007 ഇമ്പോർട്ടൻ്റ് ആണ്, 2007 US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് NIH എന്നാണ് പറയുക ആരംഭിച്ച ഗവേഷണ സംരംഭത്തിന് പറയുന്ന പേരാണ് ഹ്യൂമൺ മൈക്രോബയോം പദ്ധതി. ഓക്കെ, അതാണ് HMP എന്ന് പറഞ്ഞ 2007 NIH ആരംഭിച്ചതാണ് ഹ്യൂമൺ മൈക്രോബയോം പദ്ധതി. ഇതിൽ എന്താണ് ഈ പദ്ധതിയിൽ ചെയ്യുന്നത്, ഒരു പ്രോജക്റ്റ് ആണ് അല്ലേ, ഒരു പ്രോജക്റ്റ് ആണ്. അപ്പോൾ ആ പ്രോജക്റ്റിൽ എന്താണുള്ളത്, ഹ്യൂമൺ മൈക്രോബയോം പ്രോജക്റ്റ് എന്ന് പറയാം. അപ്പോൾ അതിലെന്താണുള്ളത്, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്തും ശരീരത്തിന് പുറത്തും, ഓക്കെ, മനുഷ്യ ശരീരത്തിൻ്റെ അകത്തും പുറത്തും വസിക്കുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ ഉൾപ്പെടുന്നതാണ് ഹ്യൂമൺ മൈക്രോബയോം. ഓക്കെ, അപ്പോൾ ഹ്യൂമൺ മൈക്രോബയോം എന്ന് പറയുന്ന വാക്കിനർത്ഥം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും പുറത്തും കാണുന്ന കംപ്ലീറ്റ് സൂക്ഷ്മജീവികളെ ഒരുമിച്ച് പറയുന്ന വാക്കാണ് ഹ്യൂമൺ മൈക്രോബയോം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആരോഗ്യം നിലനിർത്തുന്നതിലും അതേപോലെ ദഹനം, പ്രതിരോധശേഷി, മാനസികാവസ്ഥ എന്നിവ സ്വാധീനിക്കുന്നതിലും ഇവ നിർണായക പങ്കുവഹിക്കുന്നു. അപ്പം നമ്മുടെ ശരീരത്തിനകത്തും പുറത്തുമുള്ള സൂക്ഷ്മജീവികളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു പദ്ധതി, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവമാണിത് ഹ്യൂമൺ മൈക്രോബയോം പദ്ധതി. കാരണം നമുക്ക് ഉപകാരം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയയും മറ്റു സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരെ എല്ലാത്തിനെയും കുറിച്ച് പഠിക്കാനുള്ള പദ്ധതിൻ്റെ പേരാണ് ഹ്യൂമൺ മൈക്രോബയോം പദ്ധതി എന്നാണ് പറയുക, HMP എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ഏത് വർഷമാണെന്നൊക്കെ പറഞ്ഞതൊക്കെ ഒന്ന് വളരെ ക്ലിയർ ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, റെഡിയാന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ബാക്ടീരിയനെ പറ്റി അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഇനി ഇതാ ബാക്ടീരിയ എന്ന് പറയുന്നൊരു വിഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സൂക്ഷ്മജീവി പറയുമ്പോൾ എപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇങ്ങനെ പറയാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാക്ടീരിയനെ പറ്റി അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ബാക്ടീരിയൻ്റെ ചിത്രമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ ആകെ ഇങ്ങനെയുള്ള ഒരു കോശമാണ്. ഓക്കെ, എല്ലാ ബാക്ടീരിയ ഇങ്ങനെ ബോക്സ് പോലത്തെ ആകൃതിയല്ല, ചിലത് ഇങ്ങനെ കാണാം, ഇനി ചിലത് ഇങ്ങനെ കോമയിട്ടതുപോലെ കാണാം, അല്ലെ ചിലർ ഇങ്ങനത്തെ സ്പ്രിങ് പോലെ കാണാം. അപ്പോൾ പല ഷേപ്പിലും ബാക്ടീരിയ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ആകൃതിക്ക് എന്താ പറയുക, ദണ്ട്, ഒരു ദണ്ടിൻ്റെ വടി പോലെ നീണ്ടിട്ടാണ് അല്ലേ. അപ്പം ദണ്ഡാകൃതിയിൽ കാണുന്നതിനെയാണ് നമ്മൾ ബാസിലസ് എന്ന് പറയുക. അപ്പോൾ ബാസിലസ് ദണ്ഡാകൃതിയിൽ കാണുന്നു. ഇനി ഇവിടെ കണ്ടില്ലേ എങ്ങനെ അല്ലേ, ഇതിന് പറയുന്ന പേരെന്താ, കോക്കസ് എന്നാണ് പറയുക. കോക്കസ്, കോക്കനറ്റ് എന്ന് ആലോചിച്ചാൽ മതി. കോക്കനറ്റ് തേങ്ങ ഉരുണ്ടിട്ടല്ലേ, അപ്പോൾ ഉരുണ്ട ബാക്ടീരിയക്കാണ് കോക്കസ്. ഇനി ഇത് നോക്കി നമ്മൾ എന്ത് എഴുതുമ്പോൾ കോമ ഇടും അല്ലേ. കോമ ഇടുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് വിബ്രിയോ. ഓക്കെ, എന്താണ് വിബ്രിയോ എന്നാണ് പറയുക. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, NCERT ലെവലിലൊക്കെ ഉള്ളതാണ്. സ്പ്രിങ് പോലെ, സ്പൈറൽ ഷേപ്പ് എന്നല്ലേ പറയുക. അപ്പോൾ എന്താ പറയുക, സ്പൈറില്ലം. ഓക്കെ, സ്പൈറില്ലം എന്നാണ് പറയുക, സ്പൈറില്ലം. ഇങ്ങനെ ഓരോരോ ഷേപ്പ് ബാക്ടീരിയ ഉണ്ട്. ഇനി ഏത് ഷേപ്പായാലും ബാക്ടീരിയകളെല്ലാം എങ്ങനെയാണെന്നറിയോ, ഏകകോശ ജീവികൾ ആണ്. നോട്ട് ചെയ്ത് വെക്കാലോ, ബാക്ടീരിയകളെല്ലാം ഏകകോശ ജീവികൾ ആണ്, ഏകകോശ ജീവികളാണ്. ഇനി ബാക്ടീരിയയ്ക്ക് മർമ്മമുണ്ടോ എന്ന് ചോദിച്ചാൽ ബാക്ടീരിയയ്ക്കകത്ത് വ്യക്തമായ ആവരണത്താൽ പൊതിഞ്ഞ മർമ്മം ഇല്ല. അതുകൊണ്ട് ബാക്ടീരിയകൾ അറിയപ്പെടുന്ന പേരാണ് പ്രോക്യാരിയോട്ടുകൾ എന്നാണ് പറയുക. പ്രോക്യാരിയോട്ടുകൾ. വ്യക്തമായ മർമ്മമോ കോശാംഗങ്ങളോ ഒന്നും ഇല്ലാത്തവരാണ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ. റൈബോസോം പോലുള്ള കോശാംഗം മാത്രം കാണപ്പെടുന്നുണ്ട്, മറ്റ് കോശാംഗങ്ങൾ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതാം, മർമ്മം ഇല്ല എന്ന് എഴുതാം, കോശാംഗങ്ങൾ ഇല്ല, കോശാംഗങ്ങൾ ഇല്ല എന്ന് നോട്ട് ചെയ്യുന്നു. ഓക്കെ, റെഡിയല്ലേ. പക്ഷേ ഒരു കോശാംഗം ഉണ്ട്, റൈബോസോം എന്ന് പറയുന്ന കോശാംഗം ഒഴികെയെന്ന് എഴുതട്ടെ. അപ്പം അതിനർത്ഥം എന്താ, ഇത് ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ. അപ്പം ഇതുണ്ടെന്നല്ലേ അർത്ഥം, ഇത് പ്രസന്റ് ആണെന്നല്ലേ അർത്ഥം. റൈബോസോം പ്രസന്റ് ആണ്, മറ്റുള്ള ഒരു കോശാംഗങ്ങളും ഇല്ല. റെഡി, യെസ്. ഇനി അപ്പം ഏകകോശം മർമ്മമില്ല.
ഈ 2 സവിശേഷത വരുന്ന ജീവികൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ ആ വിഭാഗത്തിന് നമ്മൾ അതിൻ്റെ കിങ്ഡം ഏതാണെന്നാണ് പറയാം, കിങ്ഡം മുനീറ. ഓക്കെ, എന്താണ് കിങ്ഡം മുനീറ എന്ന് പറയുന്നതാണ് ശരി. ക്ലിയർ? ഒന്നും കൂടെ പറയാം. ബാക്ടീരിയനെ പറ്റിയ പറഞ്ഞത് പല പല ഷേപ്പുകളിൽ കാണാം, പല പേരിട്ട് വിളിക്കുന്നു അല്ലേ. ദെൻ ഏകകോശ ജീവികളാണ്. ഇതിന് മർമ്മമില്ലാത്തതുകൊണ്ട് പ്രോക്യാരിയോട്ടുകൾ എന്നാണ് പറയുക. മർമ്മം മാത്രമല്ല മറ്റു കോശാംഗങ്ങളും ഇല്ല. റൈബോസോം ഒഴികെ, റൈബോസോം എന്ന് പറയുന്ന കോശാംഗം ഒഴികെ മറ്റൊരു കോശാംഗങ്ങളും ഇല്ല. ഓക്കെ, അപ്പോൾ ഏകകോശവും മർമ്മവും മാത്രം ഇല്ലാത്ത ഈ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗത്തിനെ പറയുന്ന പേരാണ് കിങ്ഡം മുനീറ. ഏത് കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു, വർഗീകരണത്തിൽ ഏത് കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ആണ് കിങ്ഡം മുനീറ. ഓക്കെ, ഇവർ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ശരീരത്തിൽ ചില വിഷവസ്തുക്കളെ ഉണ്ടാക്കും. അതിനെയാണ് ഇവിടെ ടോക്സിനുകൾ എന്ന് കൊടുത്തത്. ഇത് വന്നിട്ടാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെയൊക്കെ നശിപ്പിച്ച് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടുത്തി നമ്മളാകെ അലമ്പാക്കി മാറ്റുക അല്ലേ. യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇനി നമ്മൾ രോഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് 9ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പം പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് തുറന്നാൽ തന്നെ കാണുന്ന ഒരു പേജാണ്. അവിടെ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ചോദിക്കുകയും ചെയ്തു. ബാക്ടീരിയ നാച്ചുറലി പ്രകൃത്യാ ഉണ്ടാകുന്ന ബാക്ടീരിയ അല്ലാതെ നമ്മളിപ്പോൾ എന്തും കൃത്രിമമായി നിർമ്മിക്കുകയാണല്ലേ. അപ്പോൾ നോക്കിയേ, ഇതേപോലെ ഒരു ബാക്ടീരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനിതക എഞ്ചിനീയറിംഗിൽ കൂടെ, ഓക്കെ, ജനിതക എഞ്ചിനീയറിംഗിൽ കൂടെ കൃത്രിമമായിട്ട് ബാക്ടീരിയനെ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഏത് ബാക്ടീരിയനെ ആരുണ്ടാക്കി എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ തന്നെ ചോദിച്ചതാണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയ്ക്ക് പറയുന്ന പേരാണ് ഈകൊളൈ ബാക്ടീരിയ. എന്താണ് ഈകൊളൈ എന്നതാണ് ബാക്ടീരിയന്റെ പേര്. കാംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ കൃത്രിമ രീതിയിൽ ഉണ്ടാക്കിയ ബാക്ടീരിയന്റെ പേരാണ് ഈകൊളൈ ബാക്ടീരിയ. റെഡിയല്ലേ? അപ്പോൾ ഏത് ബാക്ടീരിയനെ ഉണ്ടാക്കി എന്നിങ്ങനെ തന്നെ ചോദിച്ചു. ആൻസർ എന്താ വേണ്ടത്? ഈകൊളൈ ബാക്ടീരിയ എന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അതേപോലെ ബാക്ടീരിയ പഠിക്കുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണെങ്കിൽ പഠിച്ചു കാണുമായിരിക്കും. അതേപോലെ ഈ വ്യക്തിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം അല്ലേ. ആനന്ദ് മോഹൻ ചക്രവർത്തി എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം എന്താ ചെയ്തത്? കൃത്രിമമായിട്ട് സൂപ്പർ ബഗ് എന്ന് പറയുന്ന ബാക്ടീരിയനെ ഉണ്ടാക്കിയെടുത്തതാണ്. സൂപ്പർ, പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഗുണസവിശേഷതകളുള്ള ബാക്ടീരിയനെ നമ്മൾ സൂപ്പർ ബഗ് എന്നാ പറയാം. ഓക്കെ, അപ്പോൾ ജനിതക മാറ്റം വരുത്തി, ഓക്കെ, അങ്ങനെ സ്പെഷ്യൽ കഴിവുള്ള ബാക്ടീരിയനെ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ കഴിവ് എന്താണെന്നറിയോ? കപ്പലുകളിൽ നിന്ന് ഉണ്ടാവുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാവുകയാണെങ്കിൽ, കടലിലെ എണ്ണ ലീക്കായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുകയാണെങ്കിൽ ആ എണ്ണ കഴിച്ച് ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റുന്ന, ആ എണ്ണേനെയൊക്കെ ഇതാക്കി കഴിച്ച് ആ കടൽ വെള്ളം ക്ലീനാക്കി മാറ്റാൻ കഴിവുള്ള സൂപ്പർ ബഗ് എന്ന് പറയുന്ന ബാക്ടീരിയനെ വികസിപ്പിച്ചെടുത്തത് ആരാന്നറിയോ? ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി. അപ്പോൾ ഇങ്ങനെ തന്നെ പ്രീവിയസ് ചോദിക്കാറുണ്ടായിരുന്നു. എണ്ണ മലിനീകരണം മൂലം കപ്പലുകൾ ഇങ്ങനെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഒന്നുകിൽ ആനന്ദ് മോഹൻ ചക്രവർത്തി ആരെന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഏത് ബാക്ടീരിയ എന്ന് ചോദിക്കാം. സൂപ്പർ ബഗ് എന്നതാണ് ആൻസർ. ക്ലിയർ? അപ്പോൾ സൂപ്പർ ബഗ് എന്ന് വെച്ചാൽ പൊതുവേ പറയുന്ന ഒരു പേരാണ്. ഇങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സവിശേഷതകളുള്ള ബാക്ടീരിയകളെ നമ്മൾ പൊതുവേ പറയുന്ന പേരാണ് സൂപ്പർ ബഗ്. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർ ബഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു കേൾക്കുമ്പം നല്ലതാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുക ഭാവിയിൽ ചിലപ്പം സാധാരണ ഒരു ബാക്ടീരിയ വന്നാൽ അതിനെ നശിപ്പിക്കാൻ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ നശിക്കും അല്ലേ. പക്ഷേ ഈ സൂപ്പർ ബഗിൻ്റെ ഒക്കെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ബഗ്ഗുകൾ ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചാലും നശിക്കില്ല. അപ്പം ബാക്ടീരിയനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മെഡിസിന് പറയുന്ന പേരാണ് ആൻറ്റിബയോട്ടിക്. സൂപ്പർ ബഗിനെ നശിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അത് പിന്നെ ഭാവിയിൽ ചിലപ്പോൾ ഈ ബാക്ടീരിയനെ നശിപ്പിക്കേണ്ട ഒരു സാഹചര്യം, ഇവന്മാർ നമുക്കെതിരെ തിരികെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നോക്കിയാൽ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഡേഞ്ചറാണ് ഫ്യൂച്ചറിൽ അല്ലേ. അപ്പോൾ ഒന്നിങ്ങനെ ആലോചിച്ച് വെച്ചേക്കാം. ഇതുപോലെ തന്നെ ചോദിച്ചതാണ്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഇവർ നേടിയെടുക്കുക എന്നാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതാ ഇങ്ങനെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. നിലവിൽ ഏറ്റവും വിശ്വസനീയമായ ആൻറ്റിബയോട്ടിക്കുകൾ സൂപ്പർ ബഗുകൾ എന്നറിയപ്പെടുന്ന ബാക്ടീരിയകൾക്കെതിരെ ഫലപ്രദമല്ല എന്ന് കണ്ടെത്തി. സാധാരണ ബാക്ടീരിയ നശിപ്പിക്കും പോലെ ഇവരെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. നാളെ ഇവന്മാർ നമുക്കൊരു ഭീഷണിയായി കഴിഞ്ഞാൽ അവരെ നശിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് വന്നാൽ അതൊരു ഡേഞ്ചറാണ് അല്ലേ. യെസ്, അപ്പോൾ അതാണ് കൊടുത്തട്ടോ. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ പെരുകി നമ്മൾ എന്തൊക്കെ ആൻറ്റിബയോട്ടിക് കൊടുത്താലും നശിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ വരും. ഒരുപാട് ആൻറ്റിബയോട്ടിക് മിക്സ് ചെയ്ത് കൊടുത്താലും നശിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് പവറിനെയാണ് നമ്മൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ഇനങ്ങൾ സൂപ്പർ ബഗ്ഗുകൾ ആയിട്ട് ഇവർ മാറും എന്ന് പറയാനുള്ള കാരണം, ഭാവിയിലുള്ള കാര്യം പറയാൻ.
യെസ്, ഓക്കെ അല്ലേ, റെഡി. അപ്പൊ ഇനി നമ്മൾ ബാക്ടീരിയ രോഗങ്ങളിലേക്കൊന്ന് കടക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ചിത്രത്തിൽ ഈ ഒരു സ്ലൈഡിൽ കാണുന്ന എല്ലാം ബാക്ടീരിയ രോഗമാണ്. ഈ കൂട്ടത്തിൽ ഇങ്ങനെ പഠിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കും. കുറച്ച് രോഗത്തിന്റെ പേര് തരും. താഴെ തന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ബാക്ടീരിയ രോഗം ഏതൊക്കെ, ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് അറിയണ്ടേ അല്ലേ? റെഡി. അപ്പൊ ഇത്രയൊക്കെയാണ് ബാക്ടീരിയ രോഗത്തിന്റെ പേര്. ഏതൊക്കെയാ പേര് നോക്കിയേ. ഒന്നാമത്തത് വില്ലൻ ചുമ. ഓക്കെ, വില്ലൻ ചുമ എന്നതാണ് രോഗം. പെർട്ടൂസസ്, ഇംഗ്ലീഷ് പറയുന്ന വാക്കാണ് പെർട്ടൂസസ്. ഓക്കെ, പറയുന്നതും കൂടെ കേൾക്കണം കേട്ടോ. എഴുതുന്നതും പറയുന്നതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് ക്യാച്ച് ചെയ്യണേ. എവിടെ നിന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ വരാമെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, യെസ്. അപ്പോൾ വില്ലൻ ചുമ അഥവാ പെർട്ടൂസസ് എന്ന് പറയുന്നതാണ്. പിന്നെ ഏതാ, പ്ലാഗ് ആണ്. പ്ലാഗ് രോഗം. ദെൻ ന്യൂമോണിയ. ഇപ്പോൾ ഒരു കോഡ് കൊടുത്തിട്ട് നമ്മൾ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന കോഡാണ്. നിങ്ങൾ എന്നെ കേട്ടും അടുത്ത കോഡായിരിക്കും. വില്ലൻ ചുമയ്ക്ക് വി എന്ന് കൊടുക്കുന്നു, പ്ലാഗിന് പി എന്ന് കൊടുക്കുന്നു, ന്യൂമോണിയയ്ക്ക് എന്നാ കൊടുക്കുന്നത്. ആക്ച്വലി ന്യൂമോണിയൻ്റെ സ്പെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ന്യൂമോണിയ എഴുതുക അല്ലേ. എന്നാൽ പോലും തൽക്കാലം നമുക്ക് കോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ന്യൂമോണിയ എന്ന് അങ്ങോട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി കുഷ്ഠരോഗത്തിന് കെ കൊടുത്തു, ക്ഷയരോഗത്തിന് കെ കൊടുത്തു, ഡിഫ്തീരിയയ്ക്ക് ഡി കൊടുത്തു, ആന്ത്രാക്സിന് ഒരു എ കൊടുക്കാം, സിഫിലിസിന് ഒരു എസ് കൊടുക്കാം, എലിപ്പനി എന്ന് പറയുമ്പോൾ എലിപ്പനി പറയും പോലെ ഈ അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ടൈഫോയിഡ്, ടെറ്റനസ്, കൊളറ. യെസ്, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോഡ് നമുക്ക് സെറ്റാക്കി എടുക്കാം. കോഡ് എന്താ വരിക? യെസ്, ഇവിടെ VPN എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഒരാളെ പേരിൻ്റെ ഷോർട്ട് അല്ലേ. എന്താ പേര്? വിപിൻ എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് VPN കൊടുക്കാൻ പറ്റുക. KKD എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഷോർട്ടാണ്? കോഴിക്കോടിൻ്റെ ഷോർട്ടാണ് അല്ലേ. ഇതല്ലേ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കോഡല്ലേ അല്ലേ. ഇനി മാറ്റാൻ നിൽക്കണ്ട. ASC എന്ന് പറഞ്ഞാൽ അത് ഏതോ ഒരു സ്ഥാപനം. ഓക്കെ, എയ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്ഥാപനം. ഇവിടെ സ്പെല്ലിംഗ് ASC ആണ് കേട്ടോ. ദെൻ TTC എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു കോഴ്സ് അല്ലേ, ഒരു കോഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ വിപിൻ, ഇവിടെ തന്നെയുള്ള വിപിൻ ഉണ്ട്, നമ്മളെ വിപിൻ ഉണ്ട്. വിപിൻ കോഴിക്കോടുള്ള എയ്സിലാണ് DTC പഠിക്കുന്നത്. ഇത് പഠിക്കുന്ന സമയത്ത് നോക്കണം, ബാക്ടീരിയ രോഗങ്ങളിൽ വൈറസ് രോഗങ്ങളും കൂടെയൊക്കെ കേൾക്കുമ്പോൾ ചിലതൊക്കെ കൺഫ്യൂഷൻ വരും. നമ്മളൊന്ന് പഠിച്ച് സെറ്റാക്കിയിട്ട് മാത്രമേ കോഡിലേക്ക് കടക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇത് അല്ലാതെ എന്നിട്ട് കോഡൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കണം. വില്ലൻ ചുമേൻ്റെ ഇംഗ്ലീഷ് പെർട്ടൂസസ് ആണ്. അപ്പം അങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടരുത്. ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. വില്ലൻ ചുമ പെർട്ടൂസസ് ആണ് ഇംഗ്ലീഷ് പറയും. ഓക്കെ, പ്ലാഗിനാണ് ഇവിടെ പി കൊടുത്തത് കേട്ടോ. യെസ്, ക്ലിയർ അല്ലേ? ഇതാണ് ബാക്ടീരിയ രോഗത്തിൻ്റെ ലിസ്റ്റ്. ഈ കൂട്ടത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റണം. ക്ലിയർ അല്ലേ ഗൈസ്? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പം ബാക്ടീരിയനെ രോഗങ്ങളെ പറ്റി ഒരുപാട് രോഗങ്ങളുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത്യാവശ്യമൊക്കെ കണക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മളെ സമയക്കുറവും പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വന്ന പുതിയ 10ാം ക്ലാസ്സിൻ്റെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. 10th ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത 2 രോഗം ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട്. തൽക്കാലം ഉള്ള ഒരു സമയം വെച്ചുകൊണ്ട് നമുക്ക് ആ 2 രോഗം മാത്രം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഏതൊക്കെയാണ് കൊടുത്തേ? ഒന്ന് ക്ഷയരോഗം കൊടുത്തിട്ടുണ്ട്, എലിപ്പനിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ഷയരോഗത്തിനെയാണ് നമ്മൾ TB എന്ന് പറയാറില്ലേ. ഏതാണ്? ട്യൂബർകുലോസിസ്. ഇംഗ്ലീഷ് പഠിച്ചോട്ടോ, ഉപകാരം ചെയ്യും. ഇനി രോഗകാരി ഏതാ? ബാക്ടീരിയ എന്നറിയാം. ഏത് ബാക്ടീരിയ? കാരണം ഓരോ ബാക്ടീരിയ ആണ്, ഓരോരോ ടൈപ്പാണ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കാരണം. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ. ഇനി ക്ഷയം എന്ന് പറഞ്ഞാൽ ചുമയാണ്, ഭയങ്കര ചുമയാണ് ലക്ഷണം അല്ലെ. രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ, സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിലെത്തുന്ന രോഗമാണ്. അപ്പോൾ പകരുന്ന രീതി എങ്ങനെയാ? വായുവിലൂടെയാണ് പകരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അത് ശ്വസിച്ചാൽ അടുത്ത ആൾക്കാർക്ക് കിട്ടും. ഇനി പ്രധാനമായിട്ടും ബാധിക്കുന്ന ചുമ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നെഞ്ചിൻ്റെ ഭാഗം ശ്വാസകോശത്തിനല്ലേ പ്രശ്നം. അപ്പോൾ പ്രധാനമായിട്ടും ശ്വാസകോശത്തിനെ ബാധിക്കും. പക്ഷെ ക്ഷയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മറ്റുള്ള അവയവങ്ങളിലേക്കൊക്കെ അത് പ്രശ്നം ഉണ്ടാക്കാം. അസ്ഥി, മസ്തിഷ്കം, വൃക്ക തുടങ്ങിയ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അത് ബാധിക്കുന്നു. ഓക്കെ, ലക്ഷണം എന്താ? ലക്ഷണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അധികം ഫോൺ ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ ഗവൺമെൻറ് പരസ്യങ്ങൾ കാണാല്ലേ, 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചുമയാണെങ്കിൽ TB അല്ലേ, ഇതിൻ്റെ ടെസ്റ്റ്, ക്ഷയരോഗത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ. ഇനി ജസ്റ്റ് ഒരു ചുമ വന്ന് ക്ഷയമാണെന്നല്ല, ധൈര്യത്തിന് നമുക്ക് ചെയ്തു നോക്കാം. പനി, വിശപ്പില്ലായ്മ, ഇത്രയും ചുമച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡി വെയിറ്റ് ഒക്കെ കുറയുന്നു, ക്ഷീണം ഉണ്ടാവും. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണം. പിന്നെ നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ ചുമച്ച് തുപ്പുന്ന സമയത്ത് കഫത്തിലൊക്കെ രക്തത്തിൻ്റെ സാന്നിധ്യമൊക്കെ കണ്ടേക്കാം. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണം കേട്ടോ. ഇനി പ്രതിരോധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ രോഗം നമുക്ക് ആർക്കും അങ്ങനെ കോമൺ ആയി കേൾക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ജനിച്ച ഉടനെ എടുക്കുന്ന വാക്സിനേഷനിൽ ഒന്നാണ് നമ്മുടെ BCG വാക്സിനേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. BCG എന്ന് പറയുമ്പോൾ ബാസിലസ്. അപ്പോൾ ക്ഷയരോഗത്തിന് ബാക്ടീരിയൻ്റെ ഷേപ്പ് കിട്ടിയില്ലേ, ദണ്ഡാകൃതിയിലാണ്, അതാണ് ബാസിലസ്. ഇനി C4 കാൽമറ്റെ എന്ന് പറയുന്നതാണ് കേട്ടോ. കാൽമറ്റെ ആൻഡ് ഗ്വറിൻ, അതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. BCGൻ്റെ പൂർണ്ണരൂപം ബാസിലസ്
C ഫോർ കാൽമറ്റെ ആൻഡ് G എന്ന് പറഞ്ഞാൽ ഗ്വറിൻ. അത് കണ്ടെത്തിയ ആൾക്കാരെ പേരാണ്. ഓക്കെ, ബാസിലസ് ബാക്ടീരിയന്റെ ഷേപ്പുമാണ്. അപ്പോൾ BCG ആണ് വാക്സിനേഷൻ. ചോദിച്ചതായ ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത്. ഇനി അഥവാ വന്നാലും വാക്സിനേഷൻ അടുത്തു എന്നാലും അഥവാ വന്നാലും ഒന്നിലധികം ആന്റിബയോട്ടിക് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. ആ ചികിത്സയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡോട്ട്സ് ചികിത്സ. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡോട്ട്സ് ചികിത്സ എന്തിൻ്റെതാണ്? ക്ഷയരോഗത്തിൻ്റെതാണ്. അതേപോലെ തന്നെ മാൻടോക്സ് എന്ന് പറയുന്ന ഒരു വാക്കും കൂടെ ആലോചിച്ച് വെക്കാം. മാൻടോക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിൻ്റെ ടെസ്റ്റാണ് കേട്ടോ. രോഗനിർണയത്തിനുള്ള ടെസ്റ്റാണ് പറയുന്നത്. രോഗം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിൻ്റെ പേരാണ് മാൻടോക്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റാണ്. ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ വന്നാലുള്ള ചികിത്സയാണ്. BCG വാക്സിനേഷനാണ്. എല്ലാം മൂന്നാണ്. ചോദിക്കുന്നതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ആൻസറിലേക്ക് എത്തി. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന എലിപ്പനിയാണ്. ലാപ്ടോപ്പ് എന്ന് ആലോചിച്ചാൽ മതി. ലാപ്ടോപ്പിൻ്റെ കൂടെ മൗസ് ഉണ്ടാവില്ലേ, എലി ഉണ്ടാവില്ലേ? മൗസ് വേണ്ടേ നമ്മളെ കമ്പ്യൂട്ടർ മൗസ് എന്നൊക്കെ. അപ്പം അങ്ങനെ എലിയും ലാപ്ടോപ്പും ബന്ധമാണ് ലെപ്റ്റോസ്പൈറോസിസ്. എന്തുകൊണ്ടാണ്? ബാക്ടീരിയൻ്റെ പേര് തന്നെ ലെപ്റ്റോസ്പൈറ എന്നാണ്. ഇനി എലിപ്പനി എങ്ങനെയാണ് പകരുന്നത്? എലിപ്പനി മഴ ഒക്കെ ആകുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ഒക്കെയാണ് പ്രശ്നം അല്ലേ? അപ്പം എലിമൂത്രം കലർന്ന ജലത്തിൽ നിന്നാണ്, അപ്പോൾ വെള്ളത്തിലൂടെയാണ് പകരുക. അപ്പോൾ ആ വെള്ളത്തിൽ എലിമൂത്രത്തിൽ കൂടെ എലിക്കകത്ത് ഈ രോഗകാരിയായ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് പുറത്തു വരും. എന്നിട്ട് നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ആ വെള്ളമായിട്ട് കോൺടാക്ട് വരുമ്പോൾ മുറിവിൽ കൂടെ അല്ലെങ്കിൽ നമ്മളെ മൂക്കിൽ കൂടെ കണ്ണ് ഈ ഭാഗങ്ങളിൽ കൂടെയൊക്കെ എന്ത് ചെയ്യുന്നു? ബാക്ടീരിയ നമ്മൾ ഉള്ളിൽ കയറുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാധിക്കുന്ന അവയവം എന്ന് പറഞ്ഞാൽ വൃക്കേനെയും കരളിനെയും ശ്വാസകോശത്തിനൊക്കെ ബാധിക്കാം. ഇനി പെട്ടെന്നുണ്ടാകുന്ന പനി, അതേപോലെ തലവേദന, പേശിവേദന, ഇതൊക്കെ ഒരു വൈറൽ ഫീവറിൻ്റെ ലക്ഷണം തന്നെയാണല്ലേ, സാധാരണ ഒരു പനീൻ്റെ ലക്ഷണം. പക്ഷേ നോക്കുക, കണ്ണിന് ചുവപ്പ് നിറം, ഛർദി. അപ്പോൾ നോർമൽ ഒരു പനിയല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സ്വയം ചികിത്സിക്കരുത് എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാക്കുക. കാരണം ഇതൊക്കെ അങ്ങ് ഉള്ളിലെത്തി അഥവാ ഒരു പനി ഡിറ്റക്ട് ചെയ്യാനൊക്കെ ലേറ്റ് ആവും. നമ്മളൊരു ഹോസ്പിറ്റലൊന്നും കൃത്യസമയത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ വൃക്കേനെയും കരളിനെയും ഒക്കെ ബാധിക്കും. പിന്നെ പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്ന സമയത്ത് മാറിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൺസൾട്ട് ചെയ്യുക. അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. ഇനി പ്രതിരോധ മരുന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വരാതിരിക്കാനുള്ള ടാബ്ലറ്റുകളൊക്കെ കഴിക്കും. ഇപ്പോൾ നമ്മൾ പണ്ട് ഫ്ലഡ് ഉണ്ടായപ്പം വീട് ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ എലിപ്പനി വരാതിരിക്കാനുള്ള ടാബ്ലറ്റ് ഒക്കെ ഹെൽത്തിൽ ആൾക്കാർ തന്നില്ലേ, അതേപോലെ പ്രതിരോധ മരുന്നൊക്കെ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. വാക്സിനേഷൻ ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുക. അപ്പോൾ ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബാക്ടീരിയ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണെന്നുള്ളത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് അത്രയും വലിയ സംഭവബഹുലമായ മെഡിസിൻ ആണ് അല്ലേ? അപ്പോൾ ആ ആൻറ്റിബയോട്ടിക് പക്ഷേ ഡോക്ടർ പറയുന്നതിനനുസരിച്ചേ കഴിക്കാൻ പാടുള്ളൂ. ഓവറായി കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കുന്നു, ഡോക്ടേഴ്സിനോട് ചോദിക്കാതെ പഴയ മരുന്നൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗകാരി ഈ മരുന്ന് കണ്ടിട്ട് അതിനെതിരെ പ്രതിരോധ ശേഷിയൊക്കെ നേടിയെടുക്കും. പിന്നെ നമ്മൾ മരുന്ന് കഴിച്ചാലും രോഗം മാറാത്ത അവസ്ഥയുണ്ടാവും. ശരീരത്തിനകത്ത് ഉപകാരം ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതുപോലും നശിച്ചു പോവുകയാണ് ചെയ്യുക. എന്ന് വെച്ച് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടെന്നല്ല, ഡോക്ടേഴ്സ് പറയുന്നതിനനുസരിച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. സ്വയം ചികിത്സ പാടില്ല, അതാണ് പറയുന്നത്. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത ഉപയോഗം ഒക്കെ വരുവാണെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ആൻസറും സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ അമൃത് എന്നാണ് പറയുക. അമൃത് കഴിച്ചാൽ നമ്മൾ മരിക്കൂല എന്നൊക്കെ പറയുന്ന അമൃത് അല്ലേ, നമ്മളാരും കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. എന്തായാലും അമൃത് പോലെ തന്നെയാണ് ആൻറ്റിബയോട്ടിക്. പക്ഷെ അത് അമിതമായാൽ പ്രശ്നമാണ്. അപ്പോൾ ഓപ്പറേഷൻ അമൃത് എന്ത് പദ്ധതിയാണ്? ഏതാണ്? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് പറയുന്ന പേരാണ് ഏത്? ഓപ്പറേഷൻ അമൃത് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത് ആര്? ചോദിക്കാറില്ലേ, ഒരു മരുന്നാണ് ആൻറ്റിബയോട്ടിക് ആദ്യമായി കണ്ടെത്തിയത് നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക്കിൻ്റെ പേരാണ് പെനിസിലിൻ അല്ലേ, പെനിസിലിൻ. ഏത് വർഷം? 1928 ആണ് കണ്ടെത്തിയത്. ആകസ്മികമായി കണ്ടെത്തിയതാണ്, മനഃപൂർവ്വമല്ല. അദ്ദേഹത്തെ നമ്മൾ ശപിക്കരുത്. ഓക്കെ, ആകസ്മികമായി കണ്ടെത്തി എന്ന് പറയുമ്പം അദ്ദേഹം സ്റ്റെഫൈലോകോക്കസ് എന്നു പേരുള്ള ബാക്ടീരിയനെ വെച്ചിട്ട് ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. പരീക്ഷണശാലയിൽ ബാക്ടീരിയനൊക്കെ വളർത്താണ്. അതിന് ചുറ്റും ഒരു ഫംഗസിൻ്റെ ഗ്രോത്ത് വന്നു. നനവൊക്കെ ഉണ്ടാകുമ്പോൾ ഫംഗസ് വരും അല്ലേ, പൂപ്പൽ. ആ പൂപ്പലിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ ബാക്ടീരിയ ഒക്കെ നശിച്ചുപോയി. അപ്പോൾ അതേ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ആ ഫംഗസ് വന്നപ്പം ബാക്ടീരിയ നശിച്ചത്? കാരണം ഫംഗസിൽ നിന്ന് എന്തോ സംഭവം വന്ന് ബാക്ടീരിയനെ നശിപ്പിച്ചു. ആ എന്തോ സംഭവത്തിനെയാണ്, ആ കെമിക്കലിനെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയയിൽ അദ്ദേഹം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വളർന്ന ഫംഗസ് ഏതാണെന്നറിയോ? പെനിസിലിയം നൊട്ടേറ്റം എന്നു പേരുള്ള ഫംഗസ് ആണ്. ആ ഫംഗസിൽ നിന്നുള്ള കെമിക്കലെയാണ് നമ്മൾ പെനിസിലിൻ എന്ന് പറയുന്ന പേരിൽ ആൻറ്റിബയോട്ടിക് ആക്കി എടുത്തത്. പക്ഷെ ഇത് വന്ന സമയത്ത് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഈ പെനിസിലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ
എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം, ഒരു ദശാബ്ദത്തിന് ശേഷം വേറെ 2 പേരും കൂടെ വരികയാണ്. ആ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഹൊവേർഡ് ഫ്ലോറി എന്ന് പറയുന്ന പേര് നോട്ട് ചെയ്യുക, ഫ്ലോറി. അതേപോലെ ഏണസ്റ്റ് ബോറിസ് ചെയിൻ ആണ് കേട്ടോ, ഏണസ്റ്റ് ബോറിസ് ചെയിൻ. ഇതിൽ ചെയിൻ ആലോചിക്കുക, ഫ്ലോറിയും ചെയിനും. ഇവർ 2 പേരും കൂടെ വന്നിട്ടാണ് അതിനെ ശുദ്ധീകരിക്കുക. പിന്നെ 2ാം ലോക മഹായുദ്ധ കാലത്ത് 1945 അല്ലെ, ആ ഒരു സമയത്ത് അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ 1945 ഫ്ലെമിങ്ങിനും ഫ്ലോറിക്കും ചെയിനും ഒക്കെ ഈ പരിപാടിക്ക് നോബൽ പ്രൈസും കിട്ടി. ഓക്കെ അല്ലേ, റെഡി അല്ലേ, ക്ലിയർ? അപ്പോൾ ഇവിടെ 3 ആളെ പേരാണ് പഠിച്ചത്, അലക്സാണ്ടർ ഫ്ലെമിങ്ങും ഫ്ലോറിയും ചെയിനും. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് ഫ്ലോറികൾച്ചർ, എനിക്ക് ഓർമ്മയില്ലേ, ഫ്ലോറികൾച്ചർ ഏതാ, പൂക്കൾ, വ്യാവസായികമായിട്ട് പൂക്കൾ വളർത്താണ്. അപ്പോൾ ഫ്ലോറിയും ചെയിനും എങ്ങനെ ആലോചിക്കുക, അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് ഫ്ലവറിൻ്റെ ഒരു ചെയിൻ ഇട്ട് കൊടുത്തു എന്ന് ആലോചിക്കുക അല്ലെ. അപ്പോൾ 3 ആളെയും കിട്ടില്ല. അലക്സാണ്ടർ ഫ്ലെമിങ് ആർക്കട്ടേന്ന് ഓർമ്മിക്കണേ. കുറേ കഴിഞ്ഞിട്ട് എഡ്വേർഡ് ജെന്നറിന് മാല ഇട്ടൊന്നും ആലോചിക്കരുത്. എഡ്വേർഡ് ജെന്നർ വാക്സിനേഷൻ കണ്ടെത്തിയ ആളാണ്. സ്മോൾ പോക്സിന് വസൂരിൻ്റെ ഫസ്റ്റ് വാക്സിനേഷൻ കണ്ടെത്തിയതാണ്. അപ്പോൾ ഫാദർ ഓഫ് ഇമ്മ്യൂണൈസേഷൻ ആണ്. ഓക്കെ, പ്രതിരോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പിതാവാണ് എഡ്വേർഡ് ജെന്നർ. അത് വേറെ. ഇത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആൻറ്റിബയോട്ടിക് കണ്ടെത്തി. അപ്പോൾ ഫ്ലവറിൻ്റെ ചെയിൻ ഇട്ടു. അപ്പോൾ ഫ്ലോറിയും ചെയിനുമാണ് കൂടെ ഇത് കണ്ടുപിടിക്കാനും നോബൽ പ്രൈസ് ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടായ ആൾ. യെസ്, ഇത് 1928 കണ്ടെത്തിയെന്നുള്ളത് മറക്കണ്ട കേട്ടോ. ക്ലിയർ അല്ലേ ഗൈസ്? ഓക്കെ അല്ലേ? അപ്പോൾ ബാക്ടീരിയ റിലേറ്റഡ് സംഭവങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. അത്യാവശ്യം വേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. അതേപോലെ ഇവിടെ ഒരു സംഭവം കാണാം. ഇതാണ് നമ്മുടെ എഡ്വേർഡ് ജെന്നറിന്റെ ഫോട്ടോ. എഡ്വേർഡ് ജെന്നർ ആദ്യത്തെ വാക്സിൻ കണ്ടെത്തിയ വ്യക്തിയാണ് അല്ലേ. ഓക്കെ, റെഡി അല്ലേ? യെസ്, എഡ്വേർഡ് ജെന്നർ. ഗോവസൂരി രോഗം വന്നവർക്ക് വസൂരി വരില്ലെന്ന് മനസ്സിലാക്കാണ്. കാരണം ഗോവസൂരി വന്ന ആളെന്നുള്ള പഴുപ്പെടുത്ത് മറ്റൊരാളിൽ കുത്തിവെച്ച് പരീക്ഷിച്ചു. എന്നിട്ട് വസൂരി രോഗം വരുന്നു നോക്കിയപ്പോൾ വരുന്നില്ല അല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം വരുമ്പം എന്ത് ചെയ്യാണ്, ശരീരം പ്രതിരോധ ശേഷി നേടിയെടുക്കുകയാണ്. എന്നിട്ട് 2ാമത്തെ പ്രാവശ്യം രോഗത്തിനെ എതിർക്കാം. അപ്പോൾ പശു എന്നർത്ഥം വരുന്ന വാക്ക എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് വാക്സിൻ എന്ന് പറയുന്ന സംഭവം കണ്ടെത്തിയത്. ഇവിടെ കൊടുത്ത കാണാം ജെന്നർ. അതുകൊണ്ട് വാക്സിനേഷന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്, പറഞ്ഞ സാധനങ്ങളൊക്കെ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ടീരിയ രോഗങ്ങൾ പോലെ തന്നെ വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളും പ്രധാനമാണ്. വൈറസിനെ പറ്റിയും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ വൈറസ് രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നോക്കി, ഇതൊരു വൈറസിന്റെ ചിത്രമാണ്. നിപ്പയും കോവിഡും സംഭവങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. ഇവിടെ നോക്കിയതാ, പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രേന ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണുള്ളത്. അപ്പോൾ ഇവിടെ ഘടന നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു കോട്ടുണ്ട് അല്ലേ, പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു കോട്ടുണ്ട്. അതിൻ്റെ പേരാണ് ക്യാപ്സിഡ് എന്നാണ് പറയുക. അതിനകത്ത് ഒന്നുകിൽ DNA അല്ലെങ്കിൽ RNA, രണ്ടും കൂടെ ഉണ്ടാവില്ല. ഒന്നുകിൽ DNA അല്ലെങ്കിൽ RNA ജനിതക വസ്തുവായിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ലഘുഘടനയാണ്. ഇനി നോക്കിയേ, സാധാരണ ജീവകോശങ്ങളിൽ കാണപ്പെടുന്ന പോലെയുള്ള കോശാംഗങ്ങളൊന്നും വൈറസിനില്ല എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചാണ് കേട്ടോ. അതുപോലെ ഏറ്റവും പ്രധാന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, വൈറസ് നമ്മളെ ശരീരത്തിൽ വന്നാൽ ആരുടെ ഉള്ളിലാണോ വരുന്നത് ആ ആതിഥേയന്റെ കോശത്തിന്റെ ജനിതക സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തി വൈറസുകൾ പെരുകുന്നത്. ഓക്കെ, അപ്പൊ മനുഷ്യനെ മാത്രമല്ല വൈറസ് ആക്രമിക്കുന്നത്, മറ്റുള്ള സസ്യങ്ങളെയും പോരാത്തതിന് എന്തിന് ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവിനെ വരെ ഇവന്മാർ വെറുതെ വിടാറില്ല. ഓക്കെ, റെഡി, ക്ലിയർ അല്ലേ? അപ്പം ലഘുഘടനയാണ്, പ്രോട്ടീൻ കൊണ്ടുള്ള കവറി, അതിനകത്ത് DNA അല്ലെങ്കിൽ RNA എന്നുള്ള രീതിയിൽ ജനിതക വസ്തുവിനെ കാണാൻ പറ്റും. ഇതിനകത്ത് മറ്റൊരു കോശാംഗങ്ങളും തന്നെ കാണപ്പെടുന്നില്ല. ഓക്കെ, ന്യൂക്ലിയസ് ഉണ്ടോ, മർമ്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഓക്കെ, പിന്നെ എന്താണ്, സസ്യങ്ങളെയും ജന്തുക്കളെയും ബാക്ടീരിയനെ പോലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇവർ ആക്രമിക്കാറുണ്ട് എന്ന് നോട്ട് ചെയ്യട്ടോ. ബാക്ടീരിയാന എന്ന് പറഞ്ഞതുകൊണ്ട് പറയാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്ന ഒരു വാക്ക് നോട്ട് ചെയ്യുക. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ അത് വൈറസ് ആണ്. ഓക്കെ, ബാക്ടീരിയനെ ആക്രമിക്കുന്ന വൈറസിന്റെ പേരാണ് ബാക്ടീരിയോഫേജ്. മറക്കരുത്, ഫേജ് വൈറസ് എന്ന് പറയാം. ബാക്ടീരിയോഫേജ് എന്ന് പേര് കിട്ടാൻ കാരണം ബാക്ടീരിയനെ ആക്രമിക്കും വൈറസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വൈറസിന്റെ പേരാണ് ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ ഗൈസ്? ഓക്കെ, യെസ്. ഇനി അടുത്തത്, ഇതിൽ കാണുന്നതെല്ലാം വൈറസ് രോഗത്തിന്റെ കാറ്റഗറിയാണ് കേട്ടോ. വൈറസ് രോഗത്തിനെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ ഏതൊക്കെയാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ഡെങ്കിപ്പനി. ഓക്കെ, കുറെ തരം പനികളൊക്കെ ഇവിടെ ഉണ്ടോ. പക്ഷെ എലിപ്പനീനെ ഇവിടെ കൊണ്ടുവരരുത്, എലിപ്പനി നേരത്തെ ബാക്ടീരിയലാണ്. ഓക്കെ, അപ്പൊ ഡെങ്കിപ്പനിക്ക് നമ്മൾ D എന്ന് കൊടുക്കുന്നു അല്ലെ. മഞ്ഞപ്പനിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ യെല്ലോ ഫീവർ എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്തല്ല കേട്ടോ, മഞ്ഞപ്പനി എന്നാണ് പറയുക, Y ആണ്. ആൻഡ് സാർസ് രോഗം S ആണ്. പോളിയോ P ആണ് അല്ലെ. പിന്നെ എന്താണ്, ജലദോഷം എന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുക എങ്ങനെയാണ്, DYSPക്ക് ജലദോഷം, അങ്ങനെ ഞാൻ പഠിച്ചു വെക്കുക അല്ലേ. ഇനി മുണ്ടി നീരെന്താ, M ആണ്. എയ്ഡ്സും അരിമ്പാറയും രണ്ടും A അല്ലേ, അപ്പോൾ A. ചിക്കൻ ബോക്സ് C.
ഹെപ്പറ്റൈറ്റിസിന് H കൊടുത്തു, എബോളയ്ക്ക് E കൊടുക്കാം, മീസിൽസ് ആണ് 5ാം പനി എന്നാണ് പറയട്ടോ, 5ാം പനി മീസിൽസ്. ഓക്കെ, ദെൻ M കൊടുത്തു. പക്ഷിപ്പനിക്കും പന്നിപ്പനിക്കും കൂടെ P കൊടുക്കാം. ആൻഡ് ഇൻഫ്ലുവൻസയ്ക്ക് I കൊടുക്കാം. ജപ്പാൻ ജ്വരം ഇത് കൂട്ടി വായിച്ചാൽ എന്താ കിട്ടുക? മച്ചമ്പി അല്ലെ. ഇതൊക്കെ പണ്ടുതൊട്ടേ നമ്മൾ ഫോളോ ചെയ്യുന്ന കോഡാണ്. മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും DYSPക്ക് ജലദോഷവും. അപ്പോൾ ഇതാണ് വൈറസ് രോഗം. ഇത് മുൻപേ ഉള്ള കോഡായതുകൊണ്ടാണ് ഇതിനകത്ത് നമുക്ക് പരിചയമുള്ള മെയിൻ 2 ആളില്ലാത്തത്. അതൊക്കെ പിന്നെ വന്ന രോഗങ്ങൾ അല്ലേ, നിപ്പ, അതേപോലെ COVID-19, ഇതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ്, കോഡിൻ്റെ പുറത്ത്. ഓക്കെ, അതിനെ നമുക്ക് എവിടെയെങ്കിലും വേണമെങ്കിൽ കൊള്ളിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് രോഗങ്ങളാണ് വൈറസ് രോഗങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുന്നത്. ഇതിൽ തന്നെ എയ്ഡ്സിനൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എയ്ഡ്സ് ഉണ്ടാക്കുന്ന രോഗകാരിൻ്റെ പേരെന്താ? ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. അതേപോലെ ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചതാണ്, എയ്ഡ്സിന് കാരണമായ HIV ഒരാളെ ശരീരത്തിൽ വന്നാൽ പ്രതിരോധ ശേഷിനെ നശിപ്പിക്കും അല്ലേ. അപ്പോൾ T ലിംഫോസൈറ്റുകളെയാണ് വൈറസ് ആക്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാണ്? ജനിതക സംവിധാനമൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിരോധ ശേഷിയൊക്കെ കംപ്ലീറ്റ് ഇല്ലാതാക്കുകയാണ് ചെയ്യുക അല്ലേ. ലക്ഷണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ ലക്ഷണങ്ങളൊക്കെ നോക്കിയ പ്രാരംഭ ലക്ഷണം മറ്റു വൈറസ് രോഗങ്ങളെ പോലെയാണെങ്കിലും രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ മറ്റു പല രോഗങ്ങളും ഇദ്ദേഹത്തിന് വരും. പിന്നെ പകരുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലൈംഗിക ബന്ധത്തിൽ കൂടെ, സ്റ്റെറിലൈസ് ചെയ്യാത്ത സിറിഞ്ച് ആണെങ്കിലും, ഇനി അവയവദാനം ചെയ്യുന്ന സമയത്ത്, രക്തദാനം ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക, ഈ സംഭവങ്ങൾ പകരുന്നതെന്ന് അറിയാം. പിന്നെ ചികിത്സ ഉണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും പൂർണ്ണമായി ചികിത്സിക്കാനുള്ള ഒരു ചികിത്സ നമുക്കില്ല, മരുന്നുകളില്ല. പകരം ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി ART എന്ന് പറയും. ഓക്കെ, ആർട്ട് വഴി വൈറസിൻ്റെ പെരുകൽ എന്ത് ചെയ്യാം? തടയാൻ പറ്റും. ഇത്രയൊക്കെയാണ് ചെയ്യുന്നത്. ഇനിയുണ്ട് രോഗങ്ങളെ കാറ്റഗറി. അപ്പോൾ തൽക്കാലം നമ്മൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിർത്തുവാണ്. കാരണം ഇതിലിനി ഫംഗസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ പഠിക്കാം അല്ലേ, അതേപോലെ പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, വിരകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതിൽ ഫംഗസ് രോഗങ്ങളെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, റിംഗ് വേം എന്ന് പറയുന്ന രോഗത്തിന് കാരണം ഫംഗസ് ആണ്. റിംഗ് വേം, വട്ടച്ചൊറി എന്ന് പറയുന്ന രോഗം അല്ലേ. അതേപോലെ കാൻഡിഡിയാസിസ് ഒക്കെ ഏതാണ്? ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ്. ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്ത രോഗം മാത്രം ഒന്ന് പറഞ്ഞു എന്നല്ലോ കേട്ടോ. ഫംഗസ് ഉണ്ടാക്കുന്ന 2 രോഗങ്ങളെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതേപോലെ നമ്മൾ പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗം എപ്പോഴും ചോദിക്കുന്നതാണ്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുമ്പോൾ മലേറിയയ്ക്ക് കാരണം പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ അല്ലേ. കാല അസാർ, ലീഷ്മാനിയ എന്ന് പറയുന്ന പ്രോട്ടോസോവ. ആഫ്രിക്കൻ ഉറക്ക രോഗം ട്രിപ്പാനോസോമ, ട്രിപ്പ് പോകുമ്പോൾ ഉറങ്ങുന്ന ആലോചിക്കുക. ആഫ്രിക്കയിൽ ട്രിപ്പ് പോകുമ്പോൾ ഉറങ്ങുകയാണ്. അമീബിയാസിസ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ക്ലിയർ അല്ലേ? അതേപോലാത്ത അമീബിയാസിസ് എന്ന് പറഞ്ഞാൽ അമീബ ഫുഡ് കൂടെ ഉള്ളിൽ കയറി വയറിന് പ്രശ്നം ഉണ്ടാകുന്നതാണ് അമീബിയാസിസ് അഥവാ അമീബിക് ഡിസെൻട്രി. ഇനി അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നൊരു പേരില്ലേ അല്ലേ, അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന പേരുണ്ട്. അപ്പം അതാണെങ്കിലും ആരുണ്ടാക്കുന്ന അമീബയാണ്. അത് നെഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്ന അമീബയാണ്. നെഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്ന അമീബ ഉണ്ടാക്കുന്ന സംഭവമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. ഇനി വിരകൾ ഉണ്ടാക്കുന്ന രോഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താലോചിച്ച് വെക്കുക? മന്ത് രോഗം അല്ലേ. ക്യൂലെക്സ് കൊതുകാണ് കാരണം. അതേപോലെ ഫൈലേറിയൽ വിരകൾ എന്ന് പറയുന്ന വിരയാണ് ഉണ്ടാക്കുന്നത്. ഫൈലേറിയൽ വിരകൾ. വുച്ചറേറിയ ബാൻക്രോഫ്റ്റി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കുറച്ചും കൂടെ സയൻറ്റിഫിക് നെയിം. വുച്ചറേറിയ എന്ന് പറയുന്ന വുച്ചറേറിയ ബാൻക്രോഫ്റ്റി അല്ലേ. ബാൻക്രോഫ്റ്റിനെയും കൂടെ ആലോചിച്ച് വെച്ചേക്കാം. ക്ലിയർ അല്ലേ? വലിയൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് പറ്റാവുന്നത്ര രീതിയിലൊന്ന് ഒതുക്കിയതാണ്. ഇനി അത്യാവശ്യം ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻസും കൂടി ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ. ഇതാ നോക്കിക്കോ. താഴെ പറയുന്നവയിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നതെന്നാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം വൈറസ് കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തേണ്ടത്. വൈറസ് മുറിവിലൂടെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസിൻ്റെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ഇതിൽ എയും ഇയും എങ്ങനെയാണ്? വാട്ടറിൽ കൂടെ പകരുന്നതാണ്, ജലത്തിൽ കൂടെ. വാട്ടർ എന്ന് എഴുതുന്ന സമയത്ത് എയും ഇയും സ്പെല്ലിങ്ങിലില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് രണ്ടും എടുക്കാം. അപ്പോൾ എങ്ങനെയാണ്? ഹെപ്പറ്റൈറ്റിസിൻ്റെ എ അല്ലേ ചോദിച്ചത്, അപ്പോൾ ആൻസർ ചെയ്താൽ മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടെ പകരുന്ന രോഗം. ചോദിക്കുന്ന ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് കേട്ടോ. ഇനി കുറേ രോഗത്തിൻ്റെ ടെസ്റ്റുകൾ പഠിക്കാനുണ്ട്. അതിലാണ് സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. ആൻസർ ഏതാണെന്നറിയോ? ഓപ്ഷൻ സി ആണ്, മാമോഗ്രാം. അതേപോലെ ഓരോന്ന് ചോദിക്കും. എയ്ഡ്സിൻ്റെ ടെസ്റ്റ് എലിസ ടെസ്റ്റ് അല്ലേ. ഇനി പാപ്സ്മിയർ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇതേപോലെ ഓരോരോ ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ചോദിക്കുന്നതാണ്. സർവിക്കൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പാപ്സ്മിയർ ടെസ്റ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, റെഡി, ക്ലിയർ. ഇനി അടുത്തത് വൈഡാൽ പരിശോധന. ഏത് രോഗകാരിയെ കണ്ടെത്താൻ
കണ്ടെത്താനാണ്. അപ്പോൾ വൈഡാൾ ടെസ്റ്റ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സാൽമോണല്ല ടൈഫി എന്ന് പറഞ്ഞ രോഗം കിട്ടണം. ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗമാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സംഭവങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ക്ഷയരോഗം പ്രതിരോധിക്കാനുള്ള വാക്സിൻ്റെ പേര് ഓൾറെഡി കണ്ടതല്ലേ, പഠിക്കണം എന്ന് പറഞ്ഞു. വാക്സിൻ ആണ് ചോദിച്ചത്. സോ BCG. ഓക്കെ. ദെൻ അമീബിക് മെനിഞ്ചോ എൻസെഫാലൈറ്റിസ്, അതാണ് നമ്മൾ അമീബിക് മസ്തിഷ്ക ജ്വരം ആരുണ്ടാക്കിയത്? ആരായിരുന്നു? അമീബ എന്നറിയാം. അമീബ എന്നൊന്നും ഇവിടെ കാണുന്നില്ല അല്ലേ. ഏതാണ് അമീബേൻ്റെ പേര്? ഇത് അവിടെ ഉണ്ട്, നെഗ്ലേറിയ ഫൗലേറി. നെക്സ്റ്റ് ആണ് താഴെ തന്നിരിക്കുന്നതിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമായിട്ടുള്ളത് വൈറസ് ഏതാണ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്ഡേറ്റഡ് ആയിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗത്തിനാണ് സെർവിക്സ് എന്ന് പറയുക. അപ്പോൾ അവിടെ ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇനി മന്ദരോഗം പരത്തുന്ന ഏത് കൊതുക? മന്ദരോഗം പരത്തുന്ന കൊതുകിൻ്റെ പേരേതാ? ക്യൂലെക്സ് ആണ് അല്ലേ. ക്യൂലെക്സ് കൊതുകാണ്. ദെൻ ഒരു വ്യക്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏത് രോഗമാണ്? HIV. ഓപ്ഷൻ ബി HIV. ക്ലിയർ അല്ലേ? യെസ്. ഇനിയുണ്ട് സാംക്രമിക രോഗങ്ങളും അതിൻ്റെ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് കണ്ടെത്താനാണ്. കോളറ എന്ന് പറയുന്നത് ഏതാണ്? തെറ്റാണ് അല്ലേ. വൈറസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എലിപ്പനി ഏതാ? ലെപ്റ്റോസ്പൈറ. ശരിയായതാണ്. സ്ക്രബ് ടൈഫസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ രോഗമാണ് കേട്ടോ. അപ്പോൾ ഇത് കോളറ, വിബ്രിയോ കോളറ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കുരങ്ങുപനി ബാക്ടീരിയ തെറ്റാണ്. ഏതാണ്? വൈറസ് ഉണ്ടാക്കുന്ന രോഗം. അപ്പോൾ ഇതിൽ ഏത് മാത്രമാണ് ശരി? 2 മാത്രം. ഓപ്ഷൻ സി 2 മാത്രം എന്ന് പറയുന്നതാണ് റെഡ്. ക്ലിയർ അല്ലേ? പിന്നെ ഏതാ? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ്. സാൽമോണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗകാരികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭത്തിൽ കുടലിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. ശരിയാണോ തെറ്റോ എന്നാണ്. അപ്പോൾ സാൽമോണല്ല ടൈഫി എന്ന് വെച്ചാൽ ടൈഫോയിഡ് ആണ്, കുടലിനെ തന്നെയാണ് ബാധിക്കുക. രോഗം കൂടുമ്പം കുടലിൽ ദ്വാരം ഉണ്ടാക്കും. ശരി. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിലയറോട് കൂടിയ ശക്തമായ പനി ലക്ഷണങ്ങൾ കാണിക്കുന്നു. ശരിയാണ്. മലമ്പനി വന്നാൽ വിറയലും പനി ഉണ്ടാവും. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന. അപ്പം ന്യൂമോണിയ ബാധിക്കുന്ന എവിടെയാ? നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ ശ്വാസകോശത്തിനെയാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങളും ശരിയാണ്. സോ 1, 2, 3. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മോഡലും ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഒക്കെ വന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ടർബോ 12 സീരീസിൽ ലൈഫ് സയൻസ് ഭാഗത്ത് നിന്ന് വലിയൊരു ടോപ്പിക്കാണ് എടുത്തത്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും തന്നെ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, താങ്ക് യു.